മോശക്കാരൊന്നും ഇല്ലയോ നബീസ ബീബി? ഇല്ല. നീ മോശക്കാരി അല്ലൂടി മോളെ. ഞാൻ മോളല്ല. നീ പിന്നെ ആരാ? ഈ കൊച്ചു നമ്മുടെ രവിയുടെ മോളാന്നു. അതെ. അവള് പിന്നെ എങ്ങനെയാ മോശക്കാരി ആകുന്നത്? അവളുടെ അച്ഛനാന്ന് സകല പോലീസുകാരെയും കാല് വെട്ടിച്ച് നടക്കുന്നവനാ. വേണ്ടി വന്ന ഓത്തായിട്ട് വരെ അവൻ മക്കളെയും. പിള്ളേരെല്ലാം കുരുത്തം കിട്ടങ്ങളായിപ്പോയി. നീയും രവിയുടെ മോനാന്നോടാ? എന്റെ പേരെന്തുവാ? ഞാൻ പറയാം. പേര് പേരയ്ക്ക. നല്ല വിത്ത് തന്നെ. നീ മിടുക്കിയാണല്ലോടി മോളെ. ഞാൻ മോളല്ല. കേട്ടോ നബീസ ബേബി, എനിക്ക് ഈ പെൺകൊച്ചുങ്ങളോട് വലിയ ഇഷ്ടമാ. നമ്മുടെ മൂന്നാമത്തെ കെട്ടിലെ, അതായത് കായംകുളത്തുകാരി, ഇതുപോലൊരു പെൺകൊച്ചുണ്ടായിരുന്നു. ബഹു മിടുക്കിയ. ഈ പ്രായത്തില് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. നീ എന്നെ കളിയാക്ക് വന്നോ മോളെ? ഈ കൊച്ചിന്റെ മുഖത്തൊരു വളർച്ച കണ്ടു നബീസ ബേബി. ജലദോഷമാ. നല്ല പുളിച്ച മോര് കൊണ്ടുവന്ന് പുളിയാറിലിട്ട് കടുകൂർത്ത് കൊടുത്താൽ മതി. എന്റെ ഒരു കൊച്ചിന് 2 പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ. ആ ചത്തുപോയ കൊച്ചിനാണോ? അപ്പു, നീ വീട്ടിലോട്ട് പോ, അമ്മ അന്വേഷിക്കും. കാല് പറഞ്ഞ കുറെ പിള്ളേരുണ്ട്. തള്ളമാര് പെറ്റെടുത്ത് റൂട്ടിലേക്ക് ഇട്ടേക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. ഈ കൊച്ചുങ്ങൾ അങ്ങനെയുള്ളതൊന്നുമല്ല. അല്ല നബീസ ബീബി, അവൻ പറഞ്ഞത് കേട്ടില്ലയോ? ചത്ത കൊച്ചിനാണോ പുളിയാറിലെ കടുക് വറുത്ത് കൊടുത്തതെന്ന്? ചത്ത കൊച്ച് കായംകുളത്തുകാരുടെ കൊച്ച്, പുളിയാറിലെ കടുക് വറുത്ത് കൊടുത്തത് മൂവാറ്റുപുഴക്കാരുടെ കൊച്ച്. നിന്നെ ഞാൻ പെറ്റി കേസ് കേട്ടു. എടുത്ത കള്ളവേ പറയത്തുള്ളൂ. നബീസ ബീബി, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്. അപ്പു, നീ എന്തിനാ വല്ലവരെയും കളിയാക്കുന്നത്? അയാളെ പോക്കറ്റില് മൂട്ടിനെ തപ്പിയപ്പോ ആള് വീണതാണ്. ഞാൻ ചവിട്ടി പിടിച്ചു. നീ കുറച്ച് അധികമായി പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാനിപ്പോ വരാം. ആഹാ, നീ പിള്ളേരെ മാത്രം കടയിൽ എടുത്തിട്ടാണ് ഇങ്ങ് പോകുന്നത്. അവരവിടെ ഇല്ലാത്ത നാശമെല്ലാം ഉണ്ടാക്കും. ഇതൊന്ന് നോക്കി. ഇതിന്റെ പാക്കറ്റങ്ങ് താഴെ വീണതാ. സൂക്ഷിക്കണം, കേസിന് വളരെ പ്രയോജനമുള്ള കത്താണ്. എന്നാ ഇത് ചേച്ചി വെച്ചോളാം. ഞാൻ ഉടനെ രവിചേട്ടന് വിവരം അറിയിക്കാം. അയ്യോ, ഇവിടെ വെച്ചേക്കണ്ട. പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങാത്ത ദിവസമുണ്ടോ? എന്നാ ഞാൻ വെച്ചോളാം. നബീസ, ഞാനുടനെ അമ്മയും കൊച്ചാട്ടനെ ഒന്ന് കാണാൻ പോവുകയാണ്. ഇന്ന് ഉച്ചക്കലത്തേക്ക് പോലും നാഴിയേരി ഇവിടെ ഇല്ല. എന്റെ പിള്ളേരെ പട്ടിണിക്കിരുന്നത് എങ്ങനെ? അമ്മയെ കണ്ട് കുറെ നെല്ലോ അരിയോ എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്ന് പറയാം. ചേച്ചി പോയി പറഞ്ഞ എന്തെങ്കിലും സഹായിക്കാതിരിക്കത്തില്ല. ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരമുണ്ട്. ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് നാണം കെട്ടും പോവുകയാണ്. കൊച്ചുങ്ങൾ ഞാൻ കടയിൽ എത്തിക്കൊള്ളാം. ചേച്ചി പോയിട്ട് വാ. എന്താണോ നോക്കുന്നത്? ഒന്നുമില്ല. എന്താന്ന്? ഒന്നുമില്ല. ഇവിടെ എങ്ങാനും കിടന്നൊരു കടലാസ് കഷ്ണം കിട്ടിയോ? ഇല്ല. നീ കണ്ടോടാ? ഇല്ല. റബ്ബേ, ഹലാക്കിലായല്ലോ. നീ എവിടെ പോയി നോക്ക. അപ്പോ ഒരു കാര്യം. റെഡി. കച്ചുമ കച്ചുമ മൂത്താപ്പായിരുന്നു. നിന്റെ കെട്ടിയോ കാരണം നമ്മൾ മുടിക്കും.
ഇന്നൊരു ഉരുവിനെ കണ്ടിച്ചിട്ട് കൂമ്പും കരളും ഏമാന്യം നട ആലും നട്ടല്ലും അങ്ങത്തെ ഇറച്ചി റൈത്തരി 2 രൂപ നഷ്ടം. നീ പോവട്ടെ, നമ്മുടെ കൽബ് നിറച്ചു വരുന്ന ഞാൻ പറഞ്ഞു. നീ കണ്ട കാഫച്ചുകളുടെ കൊച്ചിനെ പുന്നാരിച്ചോണ്ടി വിടിയില്ലേ? ഈ കൊച്ചുങ്ങള് പോലീസുകാരനെ കൊന്നോന്റെ കൊച്ചുങ്ങള്. നീ ദാസരിയിലും പകൽ ഇവിടെ വെച്ച് പുന്നാരിച്ചോണ്ടിരുന്ന നമ്മൾ സമാധാനം പറയണോന്ന്. നീ പോകട്ടെ, നീ വീട്ടിൽ പോകട്ടെ. ഓ, ഇനി ഇവിടെ വരണ്ടേ. ഓ, ഉണങ്ങി പോരും, മെണ്ടി പോരും. നിന്നെ കൊന്നി നമ്മള് കുഴിച്ചു മൂടും. 2 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളൊരു ചിന്തെങ്കിലും അയാൾക്ക് വേണമായി. കുഞ്ഞുങ്ങളോട് ഇവനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വരും. അവൻ ഈ കൊലക്കേസിലൊക്കെ നടക്കുമോ? അദ്ദേഹം ഈ ലോകത്തിൽ ആരെക്കാളും എന്നെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കും. പിന്നെ എന്തിനു നീ ഇവിടെ പിള്ളേര് പട്ടിണിയാണെന്ന് പറഞ്ഞ് കയറി വന്നു? നിങ്ങൾ രണ്ടുപേരും എന്റെ സഹോദരനും അമ്മയുമായതുകൊണ്ട് വന്നു. എന്റെ ഭർത്താവിനെ ദുഷിച്ചു പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. ഞാനിത് കേട്ടു നിൽക്കുകയില്ല. മോനെ, ഇച്ചിരി നെല്ല്. അകത്ത് പോയാൽ ഓ നെല്ല്. പിന്നെ ഇത്ര വരെ ആളിന്റെ ഒരു ഭാര്യ എന്തിനൂടെ അത്താഴത്തിന് അനുചോദിക്കാൻ വന്നു എന്നാണ് ചോദിക്കുന്നത്. വന്നത് തെറ്റ്, പോട്ടെ, ഇനി വരില്ല. ചേട്ടാ, ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ വളരെയേറെ ഉണ്ട്. രവിയുടെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് മരിക്കുകയും പറ്റുമില്ല. വേണ്ട, സുഖമായി ജീവിച്ചു. ഈ അമ്മ എവിടെ പോയിരിക്കണം? ഇപ്പൊ വരും ചേട്ടാ. എനിക്ക് വിശമിട്ട് വയ്യ. ഇപ്പൊ വരും ചേട്ടാ. നിനക്ക് വിശക്കുന്നില്ലേ? എന്നാലേ നമുക്ക് കൊച്ചുമാടെ വീട്ടിലോട്ട് പോവാം. അയ്യോ, മൂത്താപ്പ വഴക്കോറ്. മൂത്താപ്പ പറയുന്ന മോൾ കാര്യമായി എടുക്കണ്ട കേട്ടോ. ഇല്ല, മോള് പിട്ടു തന്നോ. കുറച്ച് ചേട്ടന് കൊടുക്കണം കേട്ടോ. അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ ഇപ്പം വരുമോനെ. കൊച്ചുമ്മയുടെ വാപ്പ ഇപ്പം പോകും. ആ നേരം കൊച്ചുമ്മ ഇങ്ങോട്ട് വരാം. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കേട്ടോ. നീ ഇത്തിരി എനിക്കുണ്ടോ? ഇത്തിരി കൂടെ. ചേട്ടാ, അമ്മയ്ക്ക് കൊടുക്കണ്ടോ ചേട്ടാ? അപ്പൊ നിനക്കും? എനിക്ക് ഇച്ചിരി മതി. എന്നാ ഞാൻ നിനക്ക് ഇത്തിരി കൂടെ തരാം. വേണ്ട ചേട്ടാ, ചേട്ടൻ തിന്നോളൂ. നല്ല കാലത്തെ ബന്ധുക്കളുള്ളൂ നബീസ. ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയായാലോ? ചേട്ടനും അമ്മയും കുഞ്ഞുങ്ങളുടെ അച്ഛനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് സഹിച്ചില്ല. ഏതാണ്ടൊക്കെ ഞാനും പറഞ്ഞു. എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയായി പോകുമല്ലോ നബീസ. എന്തെങ്കിലും വഴിയുണ്ടാവും ചേച്ചി. ഇരുന്നാഴി അരി ഇവിടെ ഇരിപ്പുണ്ട്. വാപ്പ ഇപ്പുറത്തോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എടുത്തു തരാം. ബാപ്പയെ എപ്പോഴും ഒളിച്ച് ഇങ്ങനെ എത്ര നാൾ നീ സഹായിക്കും? പോലീസുകാർ എന്തിനാ ചേട്ടാ നമ്മുടെ കയ്യിൽ അടുത്തോണ്ട് പോയത്? അച്ഛനെ പിടികിട്ടാത്തോണ്ട്. നീ അച്ഛനെ പിടിക്കത്തില്ലയോ? ഇനിയും കണ്ടാ പിടിക്കും. അച്ഛൻ വിളിച്ചതാണോ ചേട്ടാ? നീ കണ്ടിട്ടില്ലേ അച്ഛനെ? ഞാൻ മറന്നുപോയി ചേട്ടാ. അച്ഛൻ പടത്തിലെ പോലെ ആണോ ചേട്ടാ? അതെ. കരയാതെ അമ്മണി, കരയാതെ. ചേട്ടാ ചുമ്മാ പറഞ്ഞതാ. അച്ഛനെ പോലീസൊന്നും പിടിക്കത്തില്ല. നീ എന്തിനാ കരയുന്നത്? എനിക്ക് കരച്ചില് വന്നു ചേട്ടാ. എന്തിനാ അപ്പോൾ അവള് കരയുന്നത്? അത് ചുമ്മാ അറിയുന്ന. ആഹാ, നീ അവളെ കരയിപ്പിച്ചതാ. അമ്മ അമ്മ എനിക്ക് വിശക്കുന്നു. എന്റെ മക്കൾ അവിടെ ഇരിക്കുക. അമ്മ ഇപ്പൊ കഞ്ഞി വെച്ച് തരാം. മോള് കരയണ്ട കേട്ടോ.